ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രെഡും പാലും എല്ലാം കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ചെയ്ത് നോക്കാം. ഷാഹി ടുക്കഡ എന്നാണ് ഇതിൻ്റെ പേര്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫുൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു 4 പീസ് ബ്രെഡ് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരികൊന്നും കളഞ്ഞിട്ടില്ല, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. കൂടാതെ നെയ്യുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ ഈ ബ്രെഡ് പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് 2.5 കപ്പോളം പാലെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇത് പഞ്ചസാര പൊടിയായിട്ടുള്ളതാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് പാലൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പാലൊക്കെ ഒന്ന് ചൂടായി തിളച്ചൊക്കെ വരുമ്പോഴത്തേനും ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ, ഞാനിത് വാനില കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തേക്കുന്നത്. കോൺഫ്ലവറാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ അതിൻ്റെ കട്ടകളെല്ലാം കളഞ്ഞ് നമുക്ക് ഈ ചൂടായ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് നമുക്ക് ഒരുപാട് തിക്കായിട്ട് വരണ്ട, ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൻ്റെ മിക്സ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ കോൺഫ്ലവർ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് തിക്കായിട്ടുള്ള ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഈ ബ്രെഡ് പീസസ് എല്ലാം ഇതിലൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടും. ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ്ഡ് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിസ്ത പൊടിച്ചത്, കുറച്ച് ബദാമും, നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഇത് ടോപ്പിംഗ് കൊടുക്കാവുന്നതാണ്. ഇതിന് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. ഈ കസ്റ്റാർഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടൊക്കെ വരണം. ഞാൻ ധൃതിക്ക് എടുക്കാനുള്ളതാണെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഫ്രോസൺ ആകാൻ വിടരുത്, 10-15 മിനിറ്റിനുള്ളിൽ എടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ബ്രെഡും പാലും കൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.